രണ്ട് ചിത്രങ്ങളോട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ആക്ടർ അസൾട്ട് കേസ് വേർഡിക്റ്റ് ലീക്ക്ഡ് എ വീക്ക് ഏർലിയർ. നമ്മുടെ നടൻ ദിലീപുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ കേസിന്റെ ഈ ഒരു വേർഡിക്റ്റ്, ഈ ഒരു വിധി, അത് ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ വേണ്ടപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു വാർത്ത. ഞാൻ പറഞ്ഞതല്ല, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള വാർത്തയാണ്. ഒപ്പം തന്നെ പെൻസിൽ ആശാന്റെ ഒരു കാർട്ടൂൺ കൂടി നിങ്ങൾ കാണണം. ആ കാർട്ടൂൺ ഇങ്ങനെയാണ്: അവൾക്കൊപ്പം നമ്മുടെ ലാലേട്ടനാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കും, അവന് വേണ്ടി അഭിനയിക്കും, മതിയാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ കൂടി പെൻസിലാസൻ അതിഗംഭീരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇനി നമുക്ക് നോക്കേണ്ടത് വേറെ ഒന്നുമല്ല, മോഹൻലാൽ അഭിനയിക്കുന്ന, ദിലീപ് അഭിനയിക്കുന്ന, നമ്മുടെ ശ്രീനിവാസൻ മക്കൾസ് അഭിനയിക്കുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. ആ സിനിമയുടെ പേര് ബപ്പപ്പ എന്നാണ്. അതിന്റെ ട്രെയിലർ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് കാണാം. മിക്കവാറും എനിക്ക് ഉറപ്പുണ്ട് ഒരല്പം പതുക്കെ ആയിരിക്കും ഈ ഒരു സംഗതി മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നായിരിക്കും ഈ ഒരു ട്രെയിലർ കട്ട് നടന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നിപ്പോകുന്നത്. തീർച്ചയായിട്ടും ദിലീപിനും കൂട്ടക്കാർക്ക് അറിയാം ദിലീപ് വളരെ നൈസായിട്ട് ഈ കേസിൽ നിന്ന് ഊരിപ്പോരുമെന്ന്. അപ്പോ ഈ ഒരു വിധിയുമായിട്ട് ഇപ്പൊ നടക്കുന്ന ഇദ്ദേഹത്തിന്റെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് വളരെ കൃത്യമായിട്ട് കരുതിക്കൂട്ടി വേണ്ടവർക്കെല്ലാം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിൽ വായിൽ വെച്ച് കൊടുക്കാൻ എന്നൊക്കെ പറയും, വേണ്ടവർക്കൊക്കെ അങ്ങോട്ട് വായിലേക്ക് അണ്ണാക്കിക്ക് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായി ഇറക്കിയ ഒരു സിനിമ ട്രെയിലർ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒപ്പം ലാലേട്ടനെ കുറിച്ച് പറയാനുണ്ട്, നാണമില്ലാത്ത കുറെ കാര്യങ്ങളാണ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടിയുമ്പോൾ I will take you to the miraculous universe of the most wanted person you're searching for. അതായത് ഇത് ഞാൻ കലക്കും എന്നൊക്കെ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു റെൻഡറിംഗ് ആണ് ഇതിന് നടത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കലക്കും? സിനിമ കലക്കും എന്നാണോ? ഇനി ആ കേസ് മൊത്തം കലക്കി കൂട്ടി ഒന്നാണോ? മഞ്ജു വാര്യർക്കെതിരെ കേസെടുക്കാൻ പോകുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് തന്നെ അപമാനിച്ച ആളുകള്, തന്നെ അനാവശ്യമായിട്ട് അകാരണമായിട്ട് ജയിലിട്ട ആളുകൾക്ക് മുഴുവൻ താൻ ഇറങ്ങാൻ പോകുന്നു എന്നുള്ള സൂചനയാണോ? എന്തൊക്കെയോ സൂചനകൾ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ താര സംഘടന ഇരയോടൊപ്പമാണോ അതോ ദിലീപ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയോടൊപ്പമാണോ എന്നത് കൂടി നമ്മൾ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങി. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. കണ്ടില്ലേ, ഇതായിരുന്നു അദ്ദേഹം കാത്തിരുന്ന അദ്ദേഹത്തിന്റെ കംബാക്ക് മൊമെന്റ്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇതിനു വേണ്ടി മാത്രം, ഇത്ര സമയമാകുമ്പോഴത്തേന് ഇത് വിധി വരും, അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ട്രെയിലർ ഇറങ്ങണം. ഈ ട്രെയിലർ ഇറങ്ങുമ്പോൾ വേണ്ടവർക്ക് മുഴുവൻ ഇത് മനസ്സിലാക്കണം, ഇതാണ് ഞാൻ കാത്തിരുന്ന കംബാക്ക് മൊമെന്റ്. ദിലീപ് വീണ്ടും സിനിമയിൽ സജീവമാകുമോ? പഴയതുപോലത്തെ ഒരു വലിയ ഒരു പ്രാമുഖ്യം, അപ്രമാദിത്യം ദിലീപിന് കിട്ടുമോ എന്നൊക്കെ ഭയപ്പെടുകയും ബേജാറാവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് പൃഥ്വിരാജ് മുതൽ നമ്മുടെ ആസിഫ് അലി അടക്കമുള്ള ആളുകളൊക്കെ ഈ ഒരു ബേജാറിലാണ് ഇപ്പം നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടുള്ളത്, ദിലീപിനെതിരെ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം മുകേഷിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മുകേഷ് പിൻവലിച്ചിട്ടില്ല, തൻ്റെ കമൻറ്റുകൾ പിൻവലിച്ചില്ലെന്ന് പറയും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക മുകേഷ് എന്തൊക്കെയോ അതിഗംഭീരമായിട്ട് നമ്മുടെ ദിലീപിനെതിരെ പറഞ്ഞിട്ടുണ്ട് മൊഴിയിൽ എന്നുള്ളതാണ്. ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പൾസർ സുനി തൻ്റെ ഡ്രൈവർ ആയിരുന്നു എന്നും അവൻ്റെ സ്വഭാവം മോശമായപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു, ഇതാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു തരത്തിൽ പോലും ദിലീപിനെതിരെ എന്ന രീതിയിൽ ഒരു വാക്ക് പോലും ഇവന്മാരെ വായിൽ നിന്ന് വന്നിട്ടില്ല.
എന്നിട്ട് വെറുതെ തള്ളുകയാണ്. ഇവരൊക്കെ ഇപ്പോഴും ആ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഈറ്റകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഇതിലൊക്കെ തള്ളൽ മാത്രമാണ്. പക്ഷേ ഈ ട്രെയിലർ കാണുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് ഉറച്ചു വെച്ചതിന്റെ ഭാഗമായിട്ട് ഇറക്കിയ ഒരു ട്രെയിലർ പോലെ ആർക്കൊക്കെ കുത്തുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്. സത്യം താൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. മോഹൻലാലിന്റെ എൻട്രി ആണ് ഇവിടെ അതില്. അപ്പൊ ഏട്ടനാണ്. മതിയാ പോരെ? ഇനി കുഞ്ചം വേണമാ, ഇതൊക്കെ മതിയോ, ഇനിയും വേണോ എന്നാണ് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നത്. രണ്ടു തരത്തിൽ നമുക്ക് ഈ ചോദ്യം എടുക്കാം. ഈ കിട്ടിയ വിധിയൊക്കെ പോരെ, വേണ്ടവർക്ക് മുഴുവൻ കിട്ടിയില്ലേ, ഇനിയും വേണമെങ്കിൽ തരാം എന്ന രീതിയിലുള്ള വർത്തമാനമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനൊക്കെ കാണാം. പക്ഷെ ആ ഒരു നടത്തമില്ലേ, മോഹൻലാൽ ഇവനും കൂടിയിട്ടുള്ള നടത്തം ഇത് കുറെ മുമ്പ് നടന്നിട്ടുണ്ട് കേട്ടാ. ആ നടത്തം നോക്കി കേട്ടാ, ഈ നടത്തം കണ്ടാ, അത് കുറച്ച് മുമ്പ് നടന്നിട്ടുണ്ട് കണ്ടാ. ഇതാ ഭയങ്കര രസം. നോക്കണേ, കണ്ടില്ലേ? ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരുമിച്ചിട്ട് ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്കൊരു ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാവും. അതേ ഒരു ഷോട്ട് തന്നെയാണ് ബബ്ബ എന്ന് പറയുന്ന സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ബബ്ബ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഏട്ടനാണ് മോഹൻലാൽ. ഏട്ടനായി വന്നിട്ട് അനിയനെ രക്ഷിക്കാൻ വരുന്ന ഒരു നിമിഷമൊക്കെ ഇതിലുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും കാഴ്ചക്കാരിൽ ഒരു ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാക്കാൻ ആ ഒരു രംഗങ്ങളൊക്കെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം തന്നെ എന്താണ് ഇവന്മാരൊക്കെ നിലപാട് എന്നുകൂടി ഈ ഒരു സമയത്തൊക്കെ വെറുതെ ചർച്ച ചെയ്യപ്പെടാം. ഒരു കാര്യമില്ല ചർച്ച ചെയ്യാം, ഒരു കാര്യമില്ലാതെ. കാരണം അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽപ്പെട്ട ആളുകളാണല്ലോ. അതിൽ പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ ആ ഒരു പെൺകുട്ടിയെ അതിഭീകരമായിട്ട് ആക്രമിക്കപ്പെടുന്നതും. അന്ന് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അന്ന് അമ്മയുടെ തലപ്പത്തുണ്ട്. ഒരേ സമയം ഇരയ്ക്ക് വേണ്ടിയിട്ടും അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്താ പറയുക, വേട്ടക്കാരന് വേണ്ടിയിട്ടും അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിലകൊണ്ട ആൾക്കാരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദിലീപിന് വേണ്ടി നിലകൊള്ളുകയും ദിലീപിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ട് അവന് എത്രത്തോളം ഫെയിം ഉണ്ടാക്കി കൊടുക്കാമോ അത് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവന്മാരൊക്കെ നിലപാടെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നും, ഈ പെൻസിലാട്ടം ആശാനൊക്കെ എഴുതിയ പോലെ നാണമുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകും. ഒരു നിലപാടെന്ന് പറഞ്ഞ സാധനമൊന്നും ഇവന്മാർക്കില്ല. ഇവന്മാരൊക്കെ നിലപാടെന്ന് പറയുന്നത് സിനിമ മാത്രമാണ്. സിനിമ ഇറങ്ങണം, അത് ആരപ്പം അഭിനയിച്ചാലും കുഴപ്പമില്ല എന്നുള്ള സംഗതിയൊക്കെയാണ്. എന്നാൽ ഇവര് എന്തുകൊണ്ടാണ് ഇതിനൊക്കെ അങ്ങനെ ശക്തമായിട്ട് ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിക്കൊപ്പം വ്യക്തിയുടെ എതിരായിട്ട് നിൽക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണി പോയി കിട്ടും. അതന്നെ ആയിരിക്കും. എന്താ രസമല്ലേ? അപ്പോൾ ബബ്ബായി.